പല ബിസിനസ്സുകാരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നല്ലൊരു സ്ട്രോങ് ടീമിന് കൂടെ നിർത്താൻ പറ്റാത്തത്. അപ്പോൾ എങ്ങനെ നല്ലൊരു സ്ട്രോങ് ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൂടെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മളുടെ പേർപ്പസ്, നമ്മളുടെ ഒരു ഗോള്, അതായത് കമ്പനിയുടെ ഗോള് എന്താണ് എന്നുള്ളത് ക്ലാരിറ്റി ആദ്യം നമുക്കുണ്ടാവണം. അത് വ്യക്തമായിട്ട് നമ്മുടെ ടീമിനോട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ടീമിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്താണ്. നല്ല എഫിഷ്യൻ്റായ നമ്മളുടെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിവുള്ള കേപ്പബിളായ ആളുകളെ മാത്രം, അതായത് റൈറ്റ് പീപ്പിൾസിനെ മാത്രം നമ്മൾ ടീമിലോട്ട് ഹയർ ചെയ്യുക. റൈറ്റ് പീപ്പിളിനെ ഹയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ റിലേറ്റീവ്സിനെ, നമ്മളുടെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മളുമായിട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരാളുകളെ ഒരിക്കലും നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിവിൻ്റെ പേരിൽ മാത്രമായിരിക്കണം നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ടീമിലേക്ക് ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് എഴുതി തയ്യാറാക്കുകയും അത് വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നാലാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മളുടെ ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചോളം അയാളുടെ സ്വപ്നമാണ് ഈ ഒരു ബിസിനസ് എന്നുള്ളത്. ആ ഒരു സ്വപ്നം അയാളുടെ ടീമിലേക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ ടീമിന് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് എല്ലാവരും യുനാനിമസ്ലി ഒരു കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു ടീം ബിൽഡ് ആവുന്നത്.